ഭദ്രേ, നീ ഇതെന്തോ എഴുതുന്നേ? അതെ, നമ്മുടെ രാജാമണി സാറ് പറഞ്ഞില്ലായിരുന്നോ ഈ കേരളം രൂപീകരിക്കുന്നതിനെ കുറിച്ച് കുറച്ച് പേരെ കുറിച്ച് എഴുതണമെന്ന്? അത് എഴുതിക്കൊണ്ടിരിക്കുക. എഴുതി കഴിഞ്ഞില്ലേ? നീ എഴുതി കഴിഞ്ഞു? ഞാൻ കഴിഞ്ഞു. എനിക്ക് സാറ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എഴുതാൻ. ഇത് കുറച്ചുകൂടെ ഉണ്ട്. ഇത് ഇച്ചിരി മണിയുള്ള കാര്യമൊന്നും അല്ലല്ലോ. പിന്നെ ഞാനൊക്കെ ഇത് 2 ദിവസം കൊണ്ട് എഴുതിയിരുന്നല്ലോ. നീ എത്ര ദിവസം ഇത് എഴുതാൻ തുടങ്ങി? അത്രയ്ക്ക് എളുപ്പമായിരുന്നു. ഇത് കുറച്ച് പാടില്ല. ലൈബ്രറിയിൽ ഇരുന്ന് എഴുതുക. അല്ല, നമുക്ക് അങ്ങോട്ട് പോകാം. കംപ്ലീറ്റ് ചെയ്യാത്തവർ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറയണം. കാരണം നമുക്ക് അതിന് കുറച്ച് ഡേയ്സേ ഉള്ളൂ. ഓക്കെ. കാർത്തിക, എവിടം വരെ? കഴിയാറായി. കുഴപ്പമില്ലായിരുന്നു, എളുപ്പമായിരുന്നു. ആരാ കിട്ടിയതാരാ? ശങ്കർ. ഇപ്പോഴാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുന്നത്. ഈ ഒരു പ്രവർത്തനം ഇല്ലായിരുന്നെങ്കിൽ കൂടുതൽ ഒന്ന് കാര്യം നമ്മൾ മനസ്സിലാക്കത്തില്ലായിരുന്നു. ഇപ്പോൾ നവോത്ഥാന നായകന്മാരെ കുറിച്ചായാലും സാർ ഇങ്ങനെ ഒരു പ്രവർത്തനം തന്നതുകൊണ്ടല്ലേ നമുക്ക് മനസ്സിലായത്. ഹരി, ഇന്നലെ ക്ലാസ്സിലൂടെ പോയിരുന്നു? പനിയായിരുന്നു. ഓക്കെ. എൻ്റെ വർക്കൊക്കെ എന്തായി? എഴുതാൻ പൂർത്തിയാക്കൂ? ഉടനെ തന്നെ പൂർത്തിയാക്കാൻ നടക്കൂ? തിങ്കളാഴ്ച കൊടുക്കാം. ഓക്കെ. എതുവരെ ആയി? എഴുതി പൂർത്തിയാവാറായി. ഓക്കെ. അടുത്ത ആഴ്ച എല്ലാവരും പൂർത്തിയാക്കുമല്ലോ? ശരി, അടുത്ത ആഴ്ച അടുത്ത മൺഡേ എല്ലാവരും പൂർത്തിയായിക്കൊണ്ട് വരണം. നവോത്ഥാന നായകരുടെ സംഭാവനകൾ, അവർ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി, കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി അവർ നടത്തിയ ത്യാഗോജ്വലമായ അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ജീവിതം, അവരുടെ അർപ്പിതമായ ത്യാഗപൂർണമായ അവരുടെ ജീവിതം, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തി, അവർ എവിടെയാണ് ജനിച്ചത് തുടങ്ങിയ അവരുടെ സംഭാവനകളാണ് നമ്മൾ അവരെ ഉൾപ്പെടുത്തേണ്ടത്. ഇത് പുതിയ തലമുറയ്ക്ക് ഒരു അറിവിന് വേണ്ടി ആണ് നമുക്ക് നാളെ എന്തെങ്കിലും ഉപയോഗപ്പെടുത്തുകയും വേണം. അപ്പോൾ നമുക്കിതൊരു പുസ്തകമാക്കി മാറ്റിയാൽ എന്തായിരിക്കും സാർ? അത് നല്ലൊരു ആശയമാണ് അല്ലേ? നിങ്ങളെല്ലാവരും ഏകദേശം 50-53ഓളം നവോത്ഥാന നായകരെയും കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകരുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ഒക്കെ അസൈൻമെൻറ്റ് എഴുതി കഴിയുമ്പോൾ നിങ്ങൾ എഴുതുക. ഞാനത് ഒരു പുസ്തക രൂപത്തിൽ ആക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. കുട്ടികളെ, ഒരു സന്തോഷകരമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ആ പ്രവർത്തനം അതിൻ്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമ്മുടെ പുസ്തകം പ്രിൻ്റ് ചെയ്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ പുസ്തകം ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഈ പ്രവർത്തനത്തിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.